എൻ്റെ ദൈവമായ കർത്താവേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവർക്ക് സൗഖ്യവും, ഇതര പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും ആകുലതകളാലും വലയുന്നവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പ്രധാനമായും പഠിക്കുന്നതെന്ന് നോക്കാം. 1. യേശുവിൻ്റെ ജനനം. 2. ഇടയന്മാരുടെ സന്ദർശനം. 3. ദേവാലയത്തിലെ സമർപ്പണം. 4. യേശുവിൻ്റെ ബാല്യം. 5. 12-ാം വയസ്സിൽ ദേവാലയത്തിലായിരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ അവസാനമായി ഈ അധ്യായത്തിൽ കാണുന്നത്. 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഓഗസ്തൂസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാക്കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് എന്ന പട്ടണം വിട്ട് യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ആരാണ് ഓഗസ്തൂസ് കൈസർ? ഏത് കാലത്താണ് ഇങ്ങനെ ഒരു ആജ്ഞ പുറപ്പെട്ടത്? ഓഗസ്തൂസ് കൈസർ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗായസ് ഒക്ടോവിയസ് എന്നായിരുന്നു. പിന്നീട് ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനായി മാറി. ക്രിസ്തുവിന് മുൻപ് BC 27 ഓഗസ്തൂസ് എന്ന ബഹുമതി നേടി. അന്നു മുതൽ ഗായസ് ഒക്ടോവിയസിനെ ഓഗസ്തൂസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അധികാരത്തിലിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് BC 27 മുതൽ ക്രിസ്തുവിന് ശേഷം AD 14 വരെയാണ്. ലോകത്തിലെ ആദ്യത്തെ ജനസംഖ്യ രേഖപ്പെടുത്തൽ ഈ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഈ സംഭവം നടന്നത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് BC 6 മുതൽ BC 4 വരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് ചരിത്രവും പണ്ഡിതന്മാരും പറയുന്നത്. ഏകദേശം BC 6-നും 4-നും ഇടയിലാണ് ക്രിസ്തു ജനിച്ചതെന്ന് പറയുന്നു. എന്താണ് പേരുവഴി ചാർത്തൽ എന്ന് നോക്കാം. അത് ഒരു വ്യക്തിയുടെയും ജനനരേഖ രേഖപ്പെടുത്തുന്നതായിരുന്നില്ല. പിന്നെയോ നികുതി ഈടാക്കാനായി ജനസംഖ്യ അറിയാൻ വേണ്ടിയുള്ള രീതിയായിരുന്നു പേരുവഴി ചാർത്തൽ. എന്തുകൊണ്ട് യേശുവിൻ്റെ ജനനരേഖ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് പലരും ചോദിച്ചു കേൾക്കാറുണ്ട്. സാധാരണക്കാരുടെ ജനനരേഖകൾ സൂക്ഷിച്ചിരുന്നില്ല. യേശു ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. അതായത് നസ്രയത്തിലെ ബേത്ലഹേമിലാണ് യേശു ജനിച്ചത്. അന്ന് കാലത്ത് രാജാക്കന്മാരുടെയും പ്രമുഖന്മാരുടെയും ജനനരേഖകൾ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ആരായിരുന്നു കുറേന്യോസ്? റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രമുഖ സേനാനായകനും ഭരണാധികാരിയുമായിരുന്ന ഇദ്ദേഹം പിന്നീട് സിറിയ എന്ന പ്രവിശ്യയുടെ ഗവർണറായി നിയമിതനായി. ചരിത്രത്തിൽ ഇദ്ദേഹത്തെ ക്വിറീനിയോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സിറിയയുടെ ഗവർണറായിരുന്ന കാലമെന്ന് പറയുന്നത് ഏകദേശം ക്രിസ്തുവർഷം BC 6 മുതൽ AD 12 വരെയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പേർവഴി ചാർത്തൽ നടന്നത്. 6 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. മിഖായുടെ പുസ്തകത്തിൽ 5:2 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഈ പ്രവചനത്തിന് യോജിച്ച രീതിയിൽ മിശിഹ ബേത്ലഹേം എന്ന നഗരത്തിൽ ജനിക്കേണ്ടത് ദൈവിക ഇച്ഛയായിരുന്നു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെയും ആദ്യജാതനും എല്ലാറ്റിൻ്റെയും അവകാശിയുമായിരുന്ന ശ്രേഷ്ഠനും മഹത്വമുള്ളവനുമായിരുന്ന വ്യക്തിയായിരുന്നു കർത്താവ്. ഈ പ്രവചന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓഗസ്തൂസ് കൈസരുടെ ആജ്ഞ പുറപ്പെട്ടത്. എന്നാൽ ഈ പ്രവചനം മറിയയ്ക്ക് അറിവുള്ളതായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. മറിയ കർത്താവിനെ എവിടെയാണ് പ്രസവിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ എങ്ങും രേഖപ്പെടുത്തി കാണുന്നില്ല. എന്നാൽ പ്രസവശേഷം ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പലരും വിശ്വസിച്ചിരിക്കുന്നത് മറിയ കർത്താവിനെ പശുത്തൊട്ടിയിൽ പ്രസവിച്ചു എന്നാണ്. അത് തെറ്റായൊരു വിശ്വാസമാണ്. മറിയ കർത്താവിനെ തുണി കൊണ്ട് പൊതിഞ്ഞു എന്നതിനർത്ഥം പ്രസവാനന്തര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവചനത്തിൻ്റെ അർത്ഥമനുസരിച്ച് താൻ ബേത്ലഹേമിൽ പ്രസവിക്കണമെന്ന് മറിയയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അത് അങ്ങനെ സംഭവിക്കേണ്ടതിന് സ്വർഗീയ പരിപാലനം എല്ലാറ്റിനെയും നയിച്ചു. ഓഗസ്തൂസ് കൈസരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഉദ്ദേശവുമില്ലാതെ അവളെ നസറേത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് അവളുടെ കുഞ്ഞ് ജനിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം.
ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കണമെന്നത് ദൈവത്തിൻ്റെ ഇച്ഛയായിരുന്നു. അതിനാൽ ദൈവം നസറേത്തിൽ നിന്നും മറിയയെ ബേത്ലഹേമിലേക്ക് കൊണ്ടുവരുവാൻ അധികാരവർഗത്തെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നോക്കുക, ലോകത്ത് സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. അതായത് ദൈവം അറിയാതെ അല്ലെങ്കിൽ അനുവദിക്കാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. ഒരു കുഞ്ഞിന് ജനനം മുതൽ മരണം വരെ ദൈവമാണ് അവനെ നോക്കുന്നത്. അവന് നന്മകൾ തിരഞ്ഞെടുക്കാൻ വിശുദ്ധ ബൈബിൾ ലോകത്തിലുണ്ട്. നന്മകൾ തിരഞ്ഞെടുക്കാൻ തിന്മകൾ തിരഞ്ഞെടുക്കാൻ അതിനനുസരിച്ചുള്ള കിതാബുകളും ലോകത്തിലുണ്ട്. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. അതിന് കാരണം പട്ടണത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വന്ന ആളുകളാൽ തിങ്ങി നിറഞ്ഞിരുന്നു എന്നതിനാലാണ്. 8 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായത്? എന്തുകൊണ്ട് മറ്റാർക്കും പ്രത്യക്ഷനായില്ല? ഉദാഹരണം, രാജാക്കന്മാർക്ക്. അതിന് ഉത്തരം ഇങ്ങനെയാണ്: വലിയവരെയല്ല, താഴ്മയുള്ളവരെയും സത്യസന്ധരെയും ദൈവം ആദ്യം തിരഞ്ഞെടുത്തു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1:27 ഞാൻ വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനം ആട്ടിടയന്മാർക്ക് മാത്രമല്ല, ജ്ഞാനികൾക്കും വെളിപ്പെട്ടിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1 മുതൽ 2 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 11-ാമത്തെ വചനത്തിൽ ദൂതന്മാർ 3 പദങ്ങൾ ഉപയോഗിക്കുന്നു: കർത്താവ്, ക്രിസ്തു, രക്ഷിതാവ്. ഇത് വെറും പേരുകളല്ല, വളരെ ഗഹനമായ അർത്ഥമുള്ളതാണ്. ക്രിസ്തു, ഇത് ഗ്രീക്കിൽ പറയുന്നത് ക്രിസ്റ്റോസ് എന്നർത്ഥം. അതിനർത്ഥം അഭിഷിക്തൻ എന്നാണ്, മെസ്സിഹ. പഴയ നിയമം മുഴുവൻ നമ്മോട് പറയുന്നത് ലോകത്തെ രക്ഷകനായ രാജാവിനെക്കുറിച്ചാണ്. അവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാർ പറഞ്ഞത്, ഇവനാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മെസ്സിഹ, ദൈവത്തിൻ്റെ വാഗ്ദാനം ഇപ്പോൾ നിവൃത്തിയായെന്ന്. കർത്താവ് ആരെന്ന് നോക്കാം. കർത്താവ് ദൈവിക അധികാരമുള്ളവനാണ്. ഗ്രീക്കിൽ കിറിയോസ് എന്ന് പറയും. സാധാരണയായി പ്രഭു, ഇത് ദൈവത്തെ തന്നെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇതിൻ്റെ അർത്ഥം യേശു ഒരു പ്രവാചകൻ മാത്രമല്ല, അവനിൽ ദൈവിക അധികാരവും സ്വഭാവവും ഉണ്ട് എന്നതാണ്. രക്ഷിതാവ്, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് രക്ഷിതാവായി യേശു വന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ. അത് വെളിപ്പെടുത്താനാണ് ദൂതന്മാർ ഈ വലിയ സത്യത്തെ വ്യക്തമാക്കാനാണ് 3 വാക്കുകളും ചേർത്ത് പറഞ്ഞത്. അതായത് മനുഷ്യരെ രക്ഷിക്കുന്നവൻ, രക്ഷിതാവ്; ദൈവം വാഗ്ദാനം ചെയ്ത മെസ്സിഹ, ക്രിസ്തു; ദൈവിക അധികാരമുള്ള പ്രഭു, കർത്താവ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഞ്ചമിൻ കോശി.